ഇനി ഞാൻ പറയണ നിങ്ങൾ കേട്ടാൽ ചിലപ്പോ നിങ്ങൾ പറയും അത് എന്തൊരു വികാരമാണ്. നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് നോക്കിക്കോളൂ. അതിൽ പറയുന്നത് നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു. ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി. 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? ഇപ്പൊ കൊണ്ടായാലേ ഗുളികമ്മ വെക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ ചങ്ങലക്കിടേണ്ടി വരും. ഇതിന്റെ മറുപടി നമ്മൾ പറയണ്ട, മുജാഹിദിന്റെ അനസ് മൗലവി തന്നെ പറയട്ടെ. ഇങ്ങനെ അള്ള വിലക്കി ഖുർആനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുർആനിലോ എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ? പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ആയത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹറാമാണോ? അള്ളാന്റെ ആയത്തോതി തോന്നിയാസാർത്ഥം പറയുക, ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക. അള്ളാഹു അവന്റെ മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഒരുത്തൻ കയറിയിരിക്കുക. ഇതെന്ന് തുടങ്ങിയതാ? സർവ്വ ആയത്തുകൾ ഓതിയിട്ട് ഇതുപോലെ ദുർവ്യാഖ്യാനം നടത്തല്ലേ ചെയ്യുന്നത്? ഇസ്തിഹാസക്കെതിരെ ഖുർആനിൽ ആയത്തുണ്ടോ? ഇയാളുണ്ടാക്കിയ ആയത്ത്. മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയാൻ, സുന്നികൾ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയാൻ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മുവഹിദീങ്ങളായ സുന്നികൾ അവർ മുശ്രിക്കീങ്ങളാണെന്ന് പറയാൻ ഖുർആനിൽ ആയത്തുണ്ടോ? ഇയാൾ ആയത്തുണ്ടാക്കിയില്ലേ? എന്തിനെല്ലാം ഇയാൾ ഖുർആനിൽ നിന്ന് ആയത്തുണ്ടാക്കി? ഇപ്പോൾ ഒരു പെപ്സിക്കെതിരെ ആയത്തുണ്ടാക്കിയപ്പോഴാണ് അനസ് മൗലവി രംഗത്ത് വന്നത്. അപ്പോൾ ഇവർക്ക് ഉള്ള ബേജാറ് ഇനി കട്ടൻ ചായക്കെതിരെ നാളെ ആയത്ത് വരുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് കട്ടൻ ചായയും ചൂടുവെള്ളമൊക്കെ കുടിക്കേണ്ടവർ വേഗം കുടിച്ചോളി മുജാഹിദുകൾ. കാരണം നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഏത് ബ്രാൻഡിലാണ് ഈ ബാലുശ്ശേരി സ്റ്റേജുമ്പോൾ കയറുകയെന്നറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഹലാലായതൊക്കെ കുടിക്കാനോ തിന്നാനോ ഉണ്ടെങ്കിൽ അതൊക്കെ മുജാഹിദുകൾ എത്രയും പെട്ടെന്ന് തിന്നോളി. കാരണം ഈ ബാലുശ്ശേരി അംഗീകരിക്കാൻ അതിൻ്റെ മുന്നിലുണ്ടല്ലോ കുറേ കേൾക്കാൻ കുറേ ആളുകൾ. അന്തെന്ന് പറയുന്ന ഈ സാധനങ്ങൾക്കില്ല കേട്ടോ.